നമ്മളെല്ലാവരും കാത്തിരുന്ന അക്ഷരമുറ്റം ക്വിസ് അടുത്തെത്തിക്കഴിഞ്ഞു, ശരിയല്ലേ? ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്ന അക്ഷരമുറ്റത്തിൽ നിന്നും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള പേപ്പറിൽ നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു ക്വിസിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചേട്ടൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു നോട്ട് കയ്യിൽ വെച്ചേക്കുക, എന്നിട്ട് ചേട്ടൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എഴുതിയെടുക്കുക. പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ട് ചേട്ടൻ പടം കൂടി വെച്ചിട്ടാണ് ക്വിസ് തയ്യാറാക്കിയിരിക്കുന്നത്. ചേട്ടൻ എല്ലാ അക്ഷരമുറ്റത്തിലും സമഗ്രമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്, ചേട്ടൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുകൂടി നിങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്നത് ജൂൺ 13 അതായത് 2024 ജൂൺ 13 വന്ന അക്ഷരമുറ്റത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മനുഷ്യനും ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ സസ്യങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്ന ഒരു ലോകപ്രസിദ്ധമായ കൃതിയാണ് ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ്. സസ്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസിലുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ആരാണ് ഈ ഒരു ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് രചിച്ചത്? മക്കൾക്ക് ഉത്തരം അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉത്തരം അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഠിക്കാൻ പോവാണ്. പീറ്റർ വോളിബൻ ഈ ഒരു പുസ്തകം രചിച്ചത്. സ്പെല്ലിങ് നിങ്ങൾ നോക്കുക. ഓക്കെ, പീറ്റർ വോളിബൻ, WOHLLEBEN. ഓക്കെ, പീറ്റർ വോളിബനാണ് ഈ ഒരു ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് രചിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സസ്യങ്ങളുടെ ഇലക്കൊക്കെ പച്ച കളറാണുള്ളത്, ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഈ സസ്യങ്ങളുടെ ഇലക്ക് പച്ച കളർ നൽകുന്ന രാസവസ്തു ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. സസ്യങ്ങളുടെ ഇലക്ക് പച്ച കളർ നൽകുന്ന രാസവസ്തു ഏതാണ്? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിലാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന രാസവസ്തു. അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ബുക്കിലെ ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസിലെ, അപ്പോൾ ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, വൃക്ഷങ്ങളുടെ രഹസ്യജീവിതം എന്ന പേരിൽ ഈ ഒരു പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചേട്ടന് ഉത്തരം പറയാം. സ്മിത മീനാക്ഷിയാണ് ഈ ഒരു ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന പുസ്തകം വൃക്ഷങ്ങളുടെ രഹസ്യജീവിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അത് കൂട്ടുകാർക്ക് പുതിയൊരു അറിവായിരിക്കും, ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2400 വർഷം പഴക്കമുള്ള 2000 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഫംഗസിനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായിട്ട് കണക്കാക്കുന്നത്. എവിടെയാണ് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായിട്ട് കണക്കാക്കുന്ന ഫംഗസ് ഉള്ളത്? ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവും. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഫംഗസ് ഉള്ളത് എവിടെയാണ്? ഉത്തരം ഓറിഗോൺ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി തൻ്റെ 23ാമത്തെ വയസ്സിൽ 53 കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ബാഷ്പാഞ്ജലി എന്നത്. ആരാണ് ഈ ഒരു ബാഷ്പാഞ്ജലി രചിച്ചത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ബാഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഒരു ക്ലൂ തരാം. നമ്മൾ ഇദ്ദേഹത്തെ അറിയുന്നത് മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കൃതിയിലാണ്. ആ കൃതിയിലാണ് കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ആ ഒരു ഭാഗമൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ചങ്ങമ്പുഴയാണ് ഈ ഒരു ബാഷ്പാഞ്ജലി രചിച്ചിട്ടുള്ളത്. നമുക്കെങ്ങനെയാണ് ചങ്ങമ്പുഴ അറിയുന്നത്? രമണൻ എന്ന പ്രശസ്തമായിട്ടുള്ള കാവ്യം രചിച്ചതും ചങ്ങമ്പുഴയാണ്. ചിലപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. ചങ്ങമ്പുഴയാണ് ഈ ഒരു രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. ഓക്കെ, ചങ്ങമ്പുഴയുടെ സുഹൃത്തായിരുന്ന വേറൊരു മലയാളത്തിലെ ഒരു കവിയുടെ വിയോഗത്തെ തുടർന്നാണ് ചങ്ങമ്പുഴ ഈ കാവ്യം എഴുതിയത്. ആരായിരുന്നു ചങ്ങമ്പുഴയുടെ ആ ഒരു ഫ്രണ്ട്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ചങ്ങമ്പുഴ ആരുടെ വിയോഗത്തെ തുടർന്നാണ് ഈ ഒരു രമണൻ എന്ന കൃതി രചിച്ചത്? ഉത്തരം ഇടപ്പള്ളി രാഘവൻപിള്ളയാണ്. മണിനാഥം എന്ന കൃതിയൊക്കെ രചിച്ചിട്ടുള്ള ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ അകാലത്തിലുള്ള നിര്യാണത്തെ തുടർന്നാണ് ചങ്ങമ്പുഴ രമണൻ എന്ന വിലാപകാവ്യം എഴുതുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതാണ് ചങ്ങമ്പുഴ. ഓക്കെ, അപ്പോൾ ഈ ചങ്ങമ്പുഴയാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകീയ വിലാപകാവ്യം രചിച്ചത്. അപ്പോൾ ഏതായിരുന്നു ആ ഒരു കൃതി? അപ്പോൾ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ നാടകീയ വിലാപകാവ്യം ഏതാണ്? ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, രമണനാണ്. ഓക്കെ, അപ്പോൾ രമണനാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകീയ വിലാപകാവ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യനും ചങ്ങമ്പുഴയായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ചങ്ങമ്പുഴ എഴുതിയ മറ്റൊരു കൃതിയാണ് ദേവഗീത എന്നത്. ജയദേവ കവി എഴുതിയ പ്രശസ്തമായ ഒരു കൃതിയുടെ മലയാള പരിഭാഷയാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് കൃതിയുടെ മലയാള പരിഭാഷയാണ് ചങ്ങമ്പുഴ എഴുതിയ ദേവഗീത എന്നത്? ഉത്തരം പറയാണ്: ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് ദേവഗീത എന്ന പേരിൽ ചങ്ങമ്പുഴ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പല വിധത്തിൽ വരാം. ചിലപ്പോൾ ദേവഗീത എഴുതിയത് ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗീതാഗോവിന്ദം എഴുതിയത് ആരാന്ന് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: എന്നാണ് ലോക രക്തദാതൃ ദിനമായിട്ട് ആചരിക്കുന്നത്? വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ്. ചേട്ടൻ ഉത്തരം പറയാണ്: ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ, അതായത് ലോക രക്തദാതൃ ദിനമായിട്ട് ആചരിക്കുന്നത്.
പിന്നെ അതിൻ്റെ മോട്ടോ ഈ വർഷത്തെ മുദ്രാവാക്യം കൊടുത്തിട്ടുണ്ട് 20 years of celebrating giving താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡിനെ കുറിച്ചാണ്. ബ്ലഡിൽ പല ഘടകങ്ങളുണ്ട്, ശരിയല്ലേ? ബ്ലഡിൽ ദ്രാവക ഘടകം എന്ന് പറയുന്നത് 55%, ബാക്കി 45% പല സെല്ലുകളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ബ്ലഡിലുള്ള ദ്രാവക ഘടകം ഏതാണ്? ഉത്തരം പ്ലാസ്മ. അപ്പോൾ പ്ലാസ്മയാണ് ബ്ലഡിലെ ദ്രാവക ഘടകം എന്ന് പറയുന്നത്, ലിക്വിഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ബ്ലഡിലുള്ള ദ്രാവക ഘടകം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അതാണ് ബ്ലഡിൻ്റെ 55% എന്ന് പറയുന്നത്, ശരിയല്ല? ബാക്കിയുള്ള 45% എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്പ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, രക്തകോശങ്ങളാണ്. അപ്പോൾ അതിൽ 2 ചേട്ടൻ പറയും. അപ്പോൾ ഏതാണ് മൂന്നാമത്തേന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് RBC, അതായത് റെഡ് ബ്ലഡ് സെൽ അഥവാ അരുണ രക്താണുക്കൾ. അതിൽ രണ്ടാമത്തേന്ന് പറയുന്നത് WBC, വൈറ്റ് ബ്ലഡ് സെൽ അഥവാ ശ്വേത രക്താണുക്കൾ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ബ്ലഡ് സെല്ല് ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ബ്ലഡ് സെല്ല് 3 ടൈപ്പാണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് RBC, അരുണ രക്താണുക്കളാണ്. രണ്ടാമത്തേത് WBC, ശ്വേത രക്താണുക്കളാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് ഏതാണ്? ഇത്തരം പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ A ഗ്രൂപ്പ് ആയിരിക്കും, B ഗ്രൂപ്പ് ആയിരിക്കും, AB ഗ്രൂപ്പ് ആയിരിക്കും, O ഗ്രൂപ്പ് ആയിരിക്കും, ശരിയല്ലേ? ആരാണ് ഈ ഒരു AB ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചത്? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. കാൾ ലാൻഡ്സ്റ്റൈനറാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് പേര്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ബ്ലഡ് ഗ്രൂപ്പിംഗ് തീരുമാനിക്കുന്നത് A, B എന്നീ ആൻറ്റിജനുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റിജൻ എന്താണെന്ന് നമ്മൾ വലിയ ക്ലാസ്സിലേ പഠിക്കത്തുള്ളൂ. ഓക്കെ, തൽക്കാലത്തേക്ക് രക്തകോശത്തിലുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ആൻറ്റിജൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏത് രക്തകോശത്തിലുള്ള AB ആൻറ്റിജൻ ഉപയോഗിച്ചാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് തീരുമാനിക്കുന്നത്? വേണ ചേട്ടൻ ഓപ്ഷൻ തരാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് അരുണ രക്താണുക്കൾ RBC, രണ്ടാമത്തേന്ന് പറയുന്നത് WBC, അതായത് ശ്വേത രക്താണുക്കൾ, മൂന്നാമതെന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഇവയിൽ ഏതിൻ്റെ ഉപരിതലത്തിലുള്ള AB ആൻറ്റിജൻ ഉപയോഗിച്ചിട്ടാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നിർണ്ണയിക്കുന്നത്? കുറച്ച് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. RBC അഥവാ അരുണ രക്താണുക്കളുടെ ഉപരിതലത്തിലുള്ള AB ആൻറ്റിജൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് RBC അഥവാ അരുണ രക്താണുക്കളാണ്. ചിലർ ഈ പടം നോക്കിയിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പടം നോക്കിയിട്ടും ഗസ് ചെയ്യായിരുന്നു. അതായത് RBC അഥവാ അരുണ രക്താണുക്കളുടെ പടമാണ് ചേട്ടനയുടെ കൊടുത്തിരിക്കുന്നത്. അരുണം എന്ന് വെച്ചാൽ ചുവപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് പറയുമ്പം A ഗ്രൂപ്പ്, B ഗ്രൂപ്പ് അങ്ങനെയല്ല പറയുന്നത്. AB പോസിറ്റീവ്, AB നെഗറ്റീവ്, A പോസിറ്റീവ്, B നെഗറ്റീവ് അങ്ങനെ പറയാം, ശരിയല്ലേ? അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും തീരുമാനിക്കുന്നത് വേറൊരു ആൻറ്റിജൻ പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ആ ഒരു ആൻറ്റിജൻ പ്രസൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയും, ആബ്സെൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏത് ആൻറ്റിജനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ഘടകത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നത്? അപ്പോൾ അതിന് 2 പേരുണ്ട്, 2 എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ചേട്ടൻ ഉത്തരം പറയാണ് RH ഫാക്ടർ അല്ലെങ്കിൽ ആൻറ്റിജൻ D. ഓക്കെ, ഇതും RBCയിലാണ് കാണുന്നത്. അപ്പോൾ ഈ RBCയിലുള്ള RH ഫാക്ടർ അഥവാ ആൻറ്റിജൻ D നോക്കിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, രക്തം കട്ട പിടിക്കുന്നത് ഏത് തരം റിയാക്ഷന് എക്സാമ്പിളാണ്? അപ്പോൾ ഏത് തരത്തിലുള്ള രാസപ്രവർത്തനം നടന്നിട്ടാണ് രക്തം കട്ട പിടിക്കുന്നത്? അപ്പോൾ ചേട്ടൻ ഉത്തരം പറയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. അതായത് രക്തദാതാവിൻ്റെ ആൻറ്റിജനും രക്തം സ്വീകരിച്ച ആളുടെ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു രക്തം കട്ട പിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് എത്ര മാസം കൂടുമ്പോഴാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്? ചേട്ടൻ ഉത്തരം പറയാണ് 3 മാസം കൂടുമ്പോഴാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്. സ്ത്രീകളാണെങ്കിൽ 4 മാസമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വലുതായാൽ രക്തം ദാനം ചെയ്യുക. ഓക്കെ, രക്തം ദാനം ചെയ്താൽ പുതിയ ബ്ലഡ് വരും, അപ്പോൾ അത് നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സാർവിക ദാതാവ് അതായത് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ O ഗ്രൂപ്പ് എന്ന് പറയും, O നെഗറ്റീവ് ആണ് കുറച്ചുകൂടി നല്ല ആൻസർ. അങ്ങനെയാണെങ്കിൽ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? ഉത്തരം AB പോസിറ്റീവ് ആണ്. ഓക്കെ, AB എന്ന് എഴുതിയാലും തെറ്റില്ല, പക്ഷേ AB പോസിറ്റീവ് എന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് ഞാൻ ജസ്റ്റ് എന്ന് പറയാം, അതായത് ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോഴേ അപ്പോൾ അതിൽ ഏത് ആൻറ്റിജനാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. A ഗ്രൂപ്പ് ആണെങ്കിൽ A ആൻറ്റിജനാണ് ഉണ്ടാവുക, B ഗ്രൂപ്പ് ആണെങ്കിൽ B ആൻറ്റിജനാണ് ഉണ്ടാവുക, AB ഗ്രൂപ്പ് ആണെങ്കിൽ A ആൻറ്റിജനും B ആൻറ്റിജനും ഉണ്ടാവും,
O ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് നിങ്ങളാണ്. എന്നാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പോൾ എല്ലാവരും ആൻസർ കണ്ടുപിടിക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തുടർന്ന് ഇത്തരം വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും, ബാക്കിയുള്ള അക്ഷരമുറ്റും കൂടി ഇതുപോലെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു അറിവുകൾക്കും സ്കൂൾ കുട്ടികൾക്കുള്ള ക്ലാസ്സിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി.